ഒരു പെഡല് വലിച്ച് ഇട്ട് കഴിഞ്ഞാൽ ക്യാപ്സൂളിന്റെ കവർ, അതായത് നമ്മുടെ ഗുളികയുടെ കവറും, അതായത് നമ്മൾ പനിയുടെ ഗുളികൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു സംഭവം. 2 പവർ വിൻഡോടെ വരുന്നത് ഇത് സൺറൂഫ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് ഫ്രണ്ടിലാണ്. ഒരേ സമയം 2 അലോയ്സ്. നല്ല ഏലക്കായാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ എന്തിനാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കായ വാങ്ങാൻ വേണ്ടി വന്നതല്ല. ഇപ്പം നോർമലായിട്ട് നമ്മുടെ ഏതൊരു വണ്ടിപ്രാന്തൻ്റെ ആഗ്രഹമായിരിക്കും ഒരു ലംബോർഗനി കാണാം, അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ കയറിയിരിക്കുക, അതൊന്ന് ഡ്രൈവ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പം അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ എന്തിട്ട് ചെയ്യുക? നോർമലായിട്ട് ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യും, കുറേ വീഡിയോസ് ഇരുന്ന് കാണും, കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ച് ഷെൽഫിൽ കൊണ്ടുവയ്ക്കും. പക്ഷേ നമ്മുടെ ഇടുക്കിയിലേക്ക് ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹം ചെയ്തൊരു കാര്യം, സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ടൊരു ലംബോർഗനി ഞങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു വണ്ടി ഞാൻ നിങ്ങളെ കാണിക്കാം. ആ ഒരു വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഈ സ്ഥലത്തിന്റെ പേര് എന്നിട്ടാ? രാജകുമാരി അടുത്ത് സേനാപതി എന്ന് പറയും. സേനാപതി. ബ്രോ എന്നിട്ട് ശരിക്കും ചെയ്യണത്? ഞാൻ MBA കഴിഞ്ഞു. എത്ര വയസ്സുണ്ട് അപ്പോ? 25 വയസ്സ്. സെയിം ആണല്ലോ, ഞങ്ങൾ സെയിം ഏജ്. ഞങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണ്ടോ അന്ന് തന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്ത്, പിന്നെ ഒന്നും നോക്കിയില്ല, പണി കഴിയുമ്പോൾ വിളിക്കാൻ പറഞ്ഞു വിളിച്ചതായി. ഞാൻ അവിടെ ഉണ്ട് ഇപ്പോ. ഇതാണ് കേട്ടോ പുള്ളിക്കാരന്റെ, ഇതല്ലേ വീട്? ഈ ഒരു വീട്ടിൽ ഇരുന്നുകൊണ്ട് പുള്ളിക്കാരൻ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കാണുന്ന സമയത്ത് ചെറുതുപോലെ തോന്നുന്നത് ഈ വീഡിയോ ആ ഒരു വൈഡ് ആംഗിളിൽ എടുക്കണോണ്ടാണ് കേട്ടോ. അത്യാവശ്യം ഒരാൾക്ക് ഇരുന്ന് പോകാനുള്ള സെറ്റപ്പ് അല്ലേ? 2 ആൾക്ക് സുഖമായിട്ട് ഇരുന്ന് പോവാം, ഓടിക്കാൻ പറ്റുന്ന ആ ഒരു തരത്തിലേക്കാണ് പുള്ളിക്കാർ ഇത് ഡിസൈൻ ചെയ്തേക്കണത്. അത് മാത്രമല്ല ഈ ഒരു കാറിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള ഫ്ലക്സ് പോലത്തെ ഐറ്റംസ് വെച്ചിട്ടാണ് ഈ ഒരു കാറ് മൊത്തത്തിൽ ഉണ്ടാക്കിയേക്കണേ അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ ഇതിൻ്റെ വീലുൾപ്പെടെ പുള്ളിക്കാരൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വെൽഡ് ചെയ്ത് മടക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ തന്നെ അതായത് നമുക്ക് ഹെഡ്ലൈറ്റ്, അതേപോലെ തന്നെ DRL അത്തരത്തിലുള്ള കാര്യങ്ങൾ, ക്യാമറ ഉൾപ്പെടെ സെൻട്രലിൽ ഒരു ക്യാമറ ഉണ്ട്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെ ഇവിടെ നിന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ആ ഒരു സെയിം കട്ടിൽ തന്നെയാണ് ഈ ഒരു വണ്ടി ചെയ്തേക്കുന്നത്. പക്ഷെ ബാക്കോട്ടുള്ള വലിപ്പം ഇത്തിരി കുറച്ചൂല്ലേ? ലെങ്ത്തിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എഞ്ചിൻ റൂം കാണാം. ശരിക്കും അവിടെ തന്നെയല്ലേ വണ്ടിയുടെ എഞ്ചിൻ? മിഡ് എഞ്ചിനാണ് ശരിക്കും വരുന്നത്. ഇതൊക്കെ വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇത്രയും വിചാരിച്ചില്ല ഇതിനുള്ളിൽ ഇത്ര സെറ്റപ്പുകൾ ഉണ്ടായിരിക്കുന്നു. പക്ഷെ ഈ സംഭവത്തിൽ പവർ വിൻഡോ ഉൾപ്പെടെ സൺറൂഫ് കുറേ സംഭവങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇത് ഇവിടെയും ഈ ഫ്ലക്സ് കൊണ്ട് തന്നെയാണ് ഈ ഒരു എയർമെൻസും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതാണ് സൈഡിൽ നിന്നുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമലായിട്ട് ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, എഞ്ചിനൊക്കെ ശരിക്കും ബൈക്കിൻ്റെ എഞ്ചിൻ വെച്ചിട്ട് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്, അതായത് റിവേഴ്സ് ഗിയർ ഉൾപ്പെടെ. അപ്പൊ അത് ഏത് എഞ്ചിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറയും. ഹീറോ ഹോണ്ട ഗ്ലാമർ 110 cc എഞ്ചിനാണ് വരുന്നത്. അതെല്ലേ? അത് കൂളിങ്ങിന് വേണ്ടിട്ട് എക്സ്ട്രാ ഒരു ഫാൻ റേഡിയേറ്റർ ഫാൻ എല്ലാം വർക്കിംഗ് ആണ്. അതേപോലെ തന്നെ ഈ വയറിംഗ് കിറ്റുകളും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ തന്നെ വയറിംഗ് ആണ്. ഓരോ ദിവസം ചെല്ലുമ്പോൾ നമ്മൾ ഓരോ സംഭവം ആഡ് ചെയ്യുന്നതനുസരിച്ച് വയറിംഗ് കൂടി വരും. അതെല്ലേ? ഓക്കെ. അതായത് ഈ ടൈൽ ലാമ്പൊക്കെ കാണുന്ന സമയത്ത് ഫംഗ്ഷനിലല്ലാന്ന് തോന്നെങ്കിൽ ഇതൊക്കെ വർക്കിംഗ് ആണ്. അതൊക്കെ ഞാൻ കാണിക്കാട്ടാ. പിന്നെ ഇവിടെ നമുക്ക് റിവേഴ്സ് ഗിയർ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ നമുക്ക് കിക്കർ സ്റ്റാർട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബെൽറ്റ് വിത്ത് ചെയിൻ ഡ്രൈവ് വിത്ത് ബെൽറ്റ് ഡ്രൈവ് ആണ് കൊടുത്തേക്കുന്നത്. അതായത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് ചെയിൻ അങ്ങനെ ലൂസ് ആയിട്ടുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ബെൽറ്റ് ഡ്രൈവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡൂക്കിന്റെ സൈലൻസറാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് നിങ്ങളെ കേൾപ്പിക്കാം. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് പെട്രോൾ ടാങ്കും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പെട്രോൾ ടാങ്കിന് ഒരു പ്രത്യേകത ഉണ്ട്, അതായത് പഴയൊരു കന്നാസ് ക്യാൻ ഉപയോഗിച്ചിട്ട് ചെയ്തേക്കണാണ്. ശരിക്കും ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ പോലെ നമ്മൾ പമ്പൊക്കെ സെറ്റ് ചെയ്ത് ഇതിന്റെ അകത്ത് ഇന്നെടുത്ത് അവിടെ ഔട്ട് കൊടുത്ത് അങ്ങനെ ചെയ്താണ്. അതേപോലെ തന്നെ നിങ്ങളൊരു കാർബറേറ്റർ മാനുവലായിട്ട് ഉണ്ടാക്കി കേട്ടു. കാർബറേറ്റർ ആണ്, അതിലേക്ക് നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ പോലെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തു. കാർബറേറ്ററിലേക്കാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത്. ഓക്കെ. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ലാട്ടോ. 2 ബാറ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽഫിന് വേണ്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ വലിയൊരു ബാറ്ററി അടിയിലിരിക്കുന്നുണ്ട്. മാരുതി 800 ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതും സെൽഫും ഉണ്ട് അതിന്റെ അകത്ത്. കാരണം മറ്റേ ബാറ്ററി ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ഇതിലും കൂടെ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ബാക്കി ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ വലിയ ബാറ്ററി. അതേപോലെ തന്നെ ചേസിന്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് കംപ്ലീറ്റ്ലി പുള്ളിക്കാരൻ ഒരു ലൈറ്റിൽ പോയിട്ട് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തേക്കണാണ്. നമ്മുടെ അളിയന്റെ തന്നെ. അപ്പോൾ സൗകര്യം ഉണ്ടായിരുന്നേ, പറഞ്ഞ് പള്ളിയുടെ പണിക്കാരെ വെച്ച് നമ്മൾ ചെയ്യിപ്പിച്ചതാണ്. അതായത് ഇവിടെ നിന്ന് അറ്റം വരെയുള്ള ചേസ് ആദ്യം ചെയ്തു. അതിന് പുറമെ നിങ്ങൾ ഈ ബോഡി പാനൽസ് ഒക്കെ ഇതുമ്പോൾ സെറ്റ് ചെയ്ത് അങ്ങനെയാണ് ചെയ്തത്. സിസ്റ്റം തന്നെ കൊടുത്തേക്കുന്നത്. മോണോ ഷോക്ക് വരും യൂണിക്കോണിന്റെ. അതേപോലെ തന്നെ ബാക്കിലൊക്കെ ഡിസ്ക് ബ്രേക്ക് ആണല്ലേ? 2 പൾസറിന്റെ 2 ഡിസ്ക് ബ്രേക്ക്. ഓക്കെ. ഇതിന്റെ ശരിക്കും എത്ര ഗിയർ വന്നിട്ടുണ്ട് ഇതിന്? 4 ഗിയറും കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ഉൾപ്പെടെ 5 ഗിയർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പുറം ഭാഗം ഒഴിച്ച് ബാക്കി ഇതിന്റെ ഉള്ളിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ ഒരു ഒറിജിനൽ മോഡൽ പോലെ തന്നെ മാക്സിമം പുള്ളിക്കാരൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ചെയ്തേക്കണം മൊത്തം വേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടാണല്ലേ? അതായത് ഈ വെൽഡിങ് ഉൾപ്പെടെ
വെൽഡിങ് നമ്മൾ ചെയ്സ് മാത്രം ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള നല്ല കമ്പി ഉപയോഗിച്ചു. കാരണം അതിലൊരു നമുക്കൊരു കോംപ്രമൈസ് പറയാൻ പറ്റത്തില്ലായിരുന്നു. ബാക്കി ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടില്ലേ, അതായത് നമ്മുടെ ഈ ഒരു സ്പോയിലറിന്റെ ഈ ഒരു ഭാഗം, അതേപോലെ തന്നെ ഇതൊക്കെ കണ്ട വേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഫുള്ള്. ഈ ഒരു ലിവർ വലിക്കണ ഈ ഒരു സുനാപ്പി കണ്ട ഈ ഒരു തരത്തിലാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ഡോർ ലോക്ക് ആവാനുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ പഴയ വണ്ടികളുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ സസ്പെൻഷന്റെ കേസ് എന്താ പറഞ്ഞ മോണോഷോക്ക്, മറ്റേ യൂണിക്കോണിന്റെ മോണോഷോക്ക് സിസ്റ്റം ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ബോഡി എഞ്ചിൻ ഉൾപ്പെടെ നമുക്ക് ഷോക്ക് ആവും അല്ലേ. അതേപോലെ തന്നെ മാരുതിയുടെ എന്തോ ഒരു സംഭവം, മാരുതിയുടെ മാസ്റ്റർ സിലിണ്ടർ ബ്രേക്കിന് വേണ്ടി. അപ്പൊ അതിന്റെ അത് നമ്മള് പൾസറിന്റെ കാലിബറിലേക്കാണ് കൊടുത്തത്. ഇതിപ്പോ എന്തുകൊണ്ട് ഈ ഡ്യൂക്കിന്റെ സൈലൻസർ നമ്മുടെ സൗണ്ട് ഓൾറെഡി ഇപ്പൊ അതെ അല്ലേ. ഇതിനിപ്പോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സൈലൻസർ വെക്കാൻ പ്ലാൻ ഉണ്ട്? അതായത് ഒരു സൂപ്പർ സ്പോർട്ട് കാർ എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ഡിഫ്യൂസർ മറ്റേ ആ സംഭവം വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള കണക്ഷനും എടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ ഇതായിരിക്കില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് ഒക്കെ വണ്ടിയുടെ മാറും. അത് ഈ ജസ്റ്റ് നമുക്ക് 2 വാൽവ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് സൈലൻസറിൽ വരുന്ന ആ 2 പൈപ്പിനെ 2ആയി സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഒന്ന് ഡ്യൂക്കിനിലേക്ക് കൊടുത്തു. അപ്പൊ ഈ വാൽവ് ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഇപ്പുറത്തെ വാൽവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഫ്യൂസർ സെറ്റ് ചെയ്യാൻ പോകുന്ന ആ പൈപ്പിലേക്കാണ് കണക്ഷൻ പോകുന്നത്. അപ്പൊ എയർ ഫ്ലോ ഇങ്ങനെയായിരിക്കും. ഇത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വേറൊരു സൗണ്ട് കൂടെ നമുക്ക് കേൾക്കാം. പിന്നെ ബ്രോ ഈ ഒരു ഇതുമുള്ള ഗ്ലാസ് ഒക്കെ ശരിക്കും എന്തിനാ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ളത്? പോളികാർബൺ ഷീറ്റ് എന്ന് പറയും. നമുക്ക് ബെൻഡ് ചെയ്യാൻ, കാരണം ഈ ഒരു ഫിനിഷിംഗ് ഒക്കെ വരണമെങ്കിൽ കുറച്ച് ബെൻഡിങ് വേണമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്ത. അതിന്റെ പുറമെ നമ്മള് ഫിലിം ഒട്ടിച്ചേക്കുന്നതാണ്. വെയിലത്ത് കിടക്കുന്നതുകൊണ്ട് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ആ ഒരു ഫിനിഷിംഗ് വരാത്തല്ലേ. ഓക്കെ, അതേപോലെ തന്നെ ഇതൊക്കെ അത്തരത്തിലുള്ള ഗ്ലാസ്സുകളാണല്ലോ. ഇവിടെയും കാണാം. പിന്നെ അതേപോലെ തന്നെ പവർ വിൻഡോ ഉണ്ടല്ലോ വണ്ടിക്ക്. പവർ വിൻഡോ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റിട്ട് കാണിച്ചു കൊടുക്കും. അതായത് അത്രയും സെറ്റപ്പിലാണ് കേട്ടോ പുള്ളി പണിതേക്കണത്. പക്ഷേ യൂസ്ഡ് ഐറ്റംസ് അല്ലേ, മാക്സിമം യൂസ്ഡ് ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കണത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് കയറി കാണാം. അതിന് മുമ്പ് ഞാൻ എൻ്റെ പവർ വിൻഡോ കാണിക്കാട്ടോ. കണ്ടോ, അവിടെയാണല്ലോ സ്വിച്ച് വന്നിട്ടുള്ളത്. ഇത് നമ്മളൊരു സെൻട്രൽ ലോക്ക് പോലെ ചെയ്തേക്കുന്ന. കാരണം സൺറൂഫും കയറ്റി 2 ഇതും ഗ്ലാസും കയറ്റി കഴിഞ്ഞാൽ പിന്നെ വണ്ടി തുറക്കത്തില്ല. അതിനൊരു ഹിഡൻ സ്വിച്ച് ആണ് സൈഡിലുള്ളത്. 2-3 സ്വിച്ച് ഉണ്ട്. അതിലൊരു പ്രത്യേക ഒരു സെറ്റപ്പിൽ ചെയ്താലാണ് അത് വർക്ക് ചെയ്യുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ മിററും കാര്യങ്ങളൊക്കെ കസ്റ്റമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ ബ്രോ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണല്ലേ. അതായത് മറ്റേ തെർമോകോൾ പോലത്തെ ഐറ്റം. ഇതിന്റെ അകത്ത് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇതിനുള്ളിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയൊരു കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടയേഴ്സാണ്. വീലാണ്, 4 വീലും. ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്തു ഞാൻ ആലോചിക്കുന്നത്. നമ്മള് ഒരു മോഡല് ഉണ്ടാക്കി, ചെറിയൊരു മോഡല്, എന്നിട്ട് അളവെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ലെയ്ത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ പുറമെ നമുക്ക് ഇത് മാരുതി 800ന്റെ ടയറാ. പക്ഷെ മാരുതി 800ന്റെ ഈ ഒരു വീതിയെ വരത്തുള്ളൂ. 2 ടയർ നമ്മൾ കട്ട് ചെയ്ത് കയറ്റി സ്ക്രൂ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിന്മേ സ്ക്രൂ ചെയ്തു. അപ്പൊ പഞ്ചർ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു പാറ്റേൺ വരും. 2 ഒരേ സമയം 2 അലോയ്സ് അങ്ങനെ ഉപയോഗിക്കാം. ഇച്ചിരി കൂടെ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു രീതിയിൽ, ആ ഒരു രീതിയിൽ വരും. സംഭവം പൊളിച്ചിട്ട്. അതേ 4 വീൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ഒരു തരത്തിലാണ് പുള്ളി ഇതൊക്കെ കുറെ കഷ്ടപ്പെട്ടുണ്ടല്ലേ. ബാക്കിലും കാണാം. ഇതാണല്ലോ ആനയടിച്ച് വെച്ചെന്ന് പറഞ്ഞു. സെറ്റപ്പ്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റിന്റെ ഭാഗങ്ങളും കൂടെ ഒന്ന് കാണിച്ചാലോ. ഇതൊക്കെ എങ്ങനെ ശരിക്കും ഡിസൈൻ ചെയ്തത്? ഇത് അതായത് ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു ബ്രോ തന്നെയാണ് ഫുള്ളി ഹെഡ്ലൈറ്റ് ഉൾപ്പെടെ എല്ലാം ഉണ്ടാക്കിയത്. ഓക്കെ, ഇതെങ്ങനെ, ഇതെന്താ സെറ്റപ്പ്? ഇത് നമ്മള് ഓൺലൈനിൽ കയറിയിട്ട് ഫോണിൽ കൂടെ നമ്മൾ ഇതിന്റെ സംഭവങ്ങളെല്ലാം പഠിച്ചു. ആദ്യം യൂട്യൂബിലുണ്ട്, കുറെ നോക്കി പഠിച്ചു. പിന്നെ ഇത് എങ്ങനെയാ വരുന്നത്, അതിന്റെ എന്തെല്ലാം സംഭവങ്ങളാണ് വരുന്നതെന്ന് ആദ്യം നോക്കി. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രെയിം പോലെ ചെറിയ കമ്പി വെച്ചിട്ടാണ് ഫ്രെയിം ഉണ്ടാക്കിയത്. ആ ഫ്രെയിമിന്റെ പുറമെ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി ആ ഒരു ഇതൊക്കെ ശരിക്കും ഫംഗ്ഷനിലാണ്. നമുക്ക് അതൊന്ന് കാണിച്ചു കൊടുത്താലോ. അപ്പൊ അതെ DRL കത്തണത് നമുക്ക് കാണാം. ഇത് പല മോഡലുണ്ട് അല്ലേ. അതായത് ഇപ്പൊ വൈറ്റ് ആണെങ്കിൽ ഇതിൽ തന്നെ ഞാൻ ഇൻഡിക്കേറ്റർ പോലെ കണ്ടു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇടൂ. അതായത് ഈ ഒരു വൈറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ടും വരും. കണ്ടോ, ഒരു ഓറഞ്ച് കളറിൽ നിങ്ങൾക്ക് ഇപ്പോൾ കത്തണ കാണാം. അതേപോലെ തന്നെ 1-2 ഹെഡ്ലൈറ്റുകളിലെ ചെറിയ ഹെഡ്ലാമ്പോളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഹെഡില് ഹൈ ബീം, ലോ ബീം, പിന്നെ പാസ്. അതായത് എല്ലാം ഒരു സ്വിച്ചിൽ. ഇതാണ് ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. പാസ്, ഡിമ്മ്, ബ്രൈറ്റ് അല്ലേ. എൻ്റെ മോനെ പൊളിച്ച്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ബോണറ്റ് തുറക്കണമെങ്കിൽ തുറക്കാം. അതൊക്കെ ഞാൻ കാണിക്കാം. ഈ റിവേഴ്സ്, ഈ ക്യാമറ ഒക്കെ ഫംഗ്ഷനിലാണ്. ഇതൊന്നും തുറന്നു കാണിച്ചാൽ നമുക്ക്. ഇവിടെ ശരിക്കും ചെറിയൊരു സ്റ്റോറേജ് ആണല്ലേ. സ്റ്റോറേജ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് ഫ്രണ്ടിലാണ്. മിഡ് എഞ്ചിൻ ആയതുകൊണ്ട് ബാക്കിൽ എഞ്ചിനും ഫ്രണ്ട് ഹുഡ് വരുന്നത്. അതും ഈ യൂസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടാക്കിയത്. സാധനങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ. പിന്നെ ഈ ഒരു സംഭവം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് ബോഡി
ബോഡി ഒരു പൊക്കാണെങ്കിൽ പൊക്കാം. ആ ഒരു സെറ്റപ്പും പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ബോഡി ലിഫ്റ്റിംഗ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മോട്ടറാണ്, അതേപോലെ തന്നെ ഒരു ജാക്കിയാണ്. ഓൺ ആക്കണതിനനുസരിച്ചിട്ട് ഇവിടെ ജാക്കി തിരിയും, അതിനനുസരിച്ച് വണ്ടിയുടെ ഈ ഒരു ബോഡി മേളിലേക്ക് ലിഫ്റ്റ് ആവും. ഇവിടെ നമുക്ക് ചെറുതായിട്ട് കാണാം വണ്ടി ഇങ്ങനെ പൊങ്ങണത്. അല്ല ഞാൻ വേറൊരു കാര്യം നോക്കട്ടെ, അപ്പൊ ഇത് തിരിയണതിനനുസരിച്ചിട്ടേ ഈ സൈഡിലത്തെ എന്തിട്ടുണ്ടാവണത്, ഈ സൈഡ് പാനൽ സൈഡ് കണ്ടോ, ഈ ഒരു പോർഷൻ ഇപ്പൊ ഉള്ളിലേക്ക് കയറിപ്പോയി. ഇവിടെയും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുകയാണ്, മടങ്ങി ഉള്ളിലേക്ക് രണ്ട് സൈഡിലെ ഉള്ളിലേക്ക് കയറുക. ബാക്കിൽ ഓൾറെഡി ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ബാക്കിലൊന്നും ചെയ്യാല്ലേ അല്ലെ. ഇതൊന്നും പഴയ അവസ്ഥയിലേക്ക് ഒന്നാക്കി കാണിക്കൂ. അപ്പൊ അതിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ അവിടെയാണല്ലോ, അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. ശരിക്കും പവർ വിൻഡോ പൊക്കുന്ന പോലെ തന്നെ ആ ഒരു സെയിം സെറ്റപ്പ്. ആ ഒരു ഏരിയയും താന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിലും കുറെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കാണാം. നമുക്കൊന്ന് ജസ്റ്റ് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറിയാലോ. എന്നിട്ട് അതിന് മുമ്പ് നമ്മുടെ സൺറൂഫ് പുള്ളി സെറ്റ് ചെയ്തേക്കണ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ വിൻഡോന്റെ ചാനൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തേക്കണത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരും. അപ്പുറത്തേക്ക് കയറാം ബ്രോ, അപ്പുറത്ത് കയറി ഞാൻ മേളിൽ നിന്നിട്ട് കാണിക്കാം. അയ്യോ കുറെ സ്വിച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കാം. ഇതിന്റെ ഉള്ളിൽ സുഖമായിട്ട് രണ്ടുപേർക്ക് ഇരിക്കാം അല്ലേ? നമ്മളൊരു കോക്പിറ്റിന്റെ സെയിം സ്ട്രക്ചർ ആണ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്വിച്ച് ഇത് തന്നെയാണ് പവർ വിൻഡോയുടെ ഈ രണ്ട് സ്വിച്ച് മേളിലോട്ട് ആക്കണം. കാരണം ഇത് 3 വേ ആണ്, 3 വേ സ്വിച്ച് രണ്ടെണ്ണം. അപ്പൊ നമുക്ക് 6 വേ ആണ് വേണ്ടത്. ഇതൊക്കെ യൂട്യൂബിൽ കയറി പഠിച്ചാ കേട്ടോ, DPDT സ്വിച്ച് അതിനെ പറ്റിയൊക്കെ യൂട്യൂബിൽ കയറി പഠിച്ച് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് സ്വിച്ച് വെക്കണമെങ്കിൽ സ്വിച്ച് വെക്കാം. പക്ഷെ ആ ഒരു മോഡൽ ബോഡി ലിഫ്റ്റ് ചെയ്യുന്നതും സൺറൂഫിന്റെ ഒരു സ്വിച്ച് തന്നെ ചെയ്തേക്കുന്നത്. ഇതാണ്, ഇത് രണ്ട് പവർ വിൻഡോയുടെ വരുന്നു, ഇത് സൺറൂഫിന്റെ. ഇതാണ് കേട്ടോ സൺറൂഫിന്റെ ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ശരിക്കും മോട്ടറാണ് ഇവിടെ വരുന്നത്. അതിന്റെ മോട്ടർ ഇവിടെയാണ് സത്യം പറഞ്ഞാൽ വരേണ്ടത്. നമ്മള് ഇത് ഓട്ടോയുടെ കേബിളാണ്, ആ കേബിളൊക്കെ മേടിച്ച് ഇതിനെ പറ്റി നമുക്ക് ചെയ്യാൻ കുറെ പാടായിരുന്നു. 2 ദിവസം എടുത്തു ഇത് അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടില്ലേ. അല്ല എന്നിട്ട് സംഭവം സെറ്റ് ആയില്ലോ. പൊളിച്ച്. അതേപോലെ തന്നെ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിരിക്കട്ടെ. ഈ സീറ്റൊക്കെ ബ്രോ ഉണ്ടാക്കിയതാണോ? നമ്മള് ബ്രോയും കയറിയിരിക്കും. വാ നമുക്ക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അയ്യോ കയറുമ്പോ കുറച്ച് ശ്രദ്ധിക്കണല്ലേ. അയ്യോ ദൈവമേ, അല്ല എന്റെ സൈസ് വെച്ചിട്ട്. എന്നിട്ട് കാലുള്ളിലോട്ട് എങ്ങനെയത് ഇവര് കാലിപ്പുറത്തെ. ഓ അയ്യോ, ഞാനിത് ഇനി ഇങ്ങനെ ഇറങ്ങും. ഞാൻ ആദ്യമായിട്ടാട്ടോ അങ്ങനത്തെ ഒരു വണ്ടിയിൽ കയറണത്. ഏകദേശം അറിയാം, ഞാൻ യൂട്യൂബിലൊക്കെ കാണാറുള്ളതാ. അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ഉള്ളിലത്തെ സെറ്റപ്പുകളൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ കുറെ ലൈറ്റുകളും ശരിക്കും ഒരു കോക്പിറ്റിന്റെ ഉള്ളിലുള്ള സെയിം ഇതാണ് ലംബോർഗിനി ചെയ്തേക്കുന്നത്. ശരിക്കും ഒരു ഫ്ലൈറ്റിന്റെ അകത്ത് കയറി ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ആ ഒരു സെറ്റപ്പാണ്. അത് നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ റിപ്ലിക്ക ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അകത്തുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ആഡ് ചെയ്യണല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അത് ക്യാമറയുടെ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കാണിച്ചു തരും. ക്യാമറയുടെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, പവർ ഓൺ ആക്കിയിട്ട് ഈ ഒരു സ്വിച്ചിലാണ് 2 ക്യാമറയും വർക്ക് ചെയ്യണേ. ബാക്കിലോട്ട് ഇട്ടാ റിവേഴ്സ് ക്യാമറ, അമ്മ ബാക്കിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ നേരെ ഫ്രണ്ടിലോട്ട് ഇട്ടാ ഫ്രണ്ട് ക്യാം, നേരെ ഫ്രണ്ട്. ഇതൊക്കെ നൈറ്റ് വിഷനും കൂടി. നൈറ്റ് വിഷൻ ആണ്, അതാണ് ഇച്ചിരി ക്ലാരിറ്റി കുറവ്. പക്ഷെ ബാക്കിൽ വരുന്ന LED ആണ്, അപ്പൊ നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരൊറ്റ സ്വിച്ചിലേക്ക് ഞാൻ എന്നെ പൊക്കി പറഞ്ഞല്ല, എന്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്താണ്. നോർമലായിട്ട് ചിന്തിച്ചാൽ കിട്ടത്തില്ല. പക്ഷെ ഞാനത് കുറെ ദിവസം ഇങ്ങനെ ആലോചിച്ച് അത്യാവശ്യം നല്ല പോലെ തല പോയിച്ചിട്ടുണ്ട്. തന്നെ എനിക്കൊരു ഐഡിയ കിട്ടി. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇത് ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റേഴ്സ് 2 ബാറ്ററി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇത് സെൽഫ് മോട്ടറിന്റെ ബാറ്ററിയാണ്, ഫുൾ ചാർജ് ആണ് ഈ കാണിക്കുന്നത്. ഫുൾ ചാർജ് ബാറ്ററി ഫുൾ ചാർജ് ആകുമ്പോൾ 100%. ഒരു പൊടി ബാറ്ററി ചാർജ് കുറയുന്നതനുസരിച്ച് 70% ആകുമ്പോൾ 75 ആകുമ്പോൾ എത്രയും ആവും, 50 ആവും, 25 ആകുമ്പോൾ ബാറ്ററി ഡൗൺ ആവും. അത് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്ന് വെച്ചാൽ ടാബ്ലറ്റിന്റെ കവറാണ് ഇത്. ഇത് ക്യാപ്സൂളിന്റെ കവർ, അതായത് നമ്മുടെ ഗുളികയുടെ കവർ, അതായത് നമ്മുടെ പനിയുടെ ഗുളിക വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു സംഭവം. തീർച്ചയായും നമ്മൾ അതുപോലെയാണ്. നമ്മൾ അത്രയ്ക്കും ഡീപ്പായിട്ട് ആലോചിച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്ത് ഉപയോഗിച്ചിട്ടില്ല. മാക്സിമം ആൾ ഉപയോഗിച്ചിട്ടുണ്ട്. കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏകദേശം 4 വർഷത്തെ കളക്ഷൻ. അങ്ങനെയുള്ള വസ്തുക്കളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നതും. അതായത് പുള്ളിക്കാരനെ വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബോഡി പവറും കാര്യങ്ങളൊക്കെ ചെയ്യാം. എത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം, തീർച്ചയായും ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷെ പുള്ളിയുടെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൊസൈറ്റിക്ക് എന്തെങ്കിലും ഉപയോഗപ്പെടുത്തണം. അതായത് ഈ ടയർ വരുന്നാലും ഇത് ആൾക്കാർ കത്തിച്ചു കളയത്തുള്ളൂ. പിന്നെ ഫ്ലെക്സും സംഭവങ്ങളെല്ലാം വരുന്നത് ആരെങ്കിലും ഉപേക്ഷിക്കുക, ഇച്ചിരി പൊല്യൂഷൻ ആയിട്ട് പോകത്തുള്ളൂ. നമ്മളത് മാക്സിമം ഒഴിവാക്കുക, നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുക. അത്ര ഞാൻ അതായത് സാധാരണ ഇപ്പൊ ഈ
ഗിയറും കുപ്പിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതുപോലെ വരയ്ക്കണ പോലെ തന്നെ പുള്ളിയുടെ ഒരു കലാവിധിന്റെ ഉള്ളിലാണ് ഞാൻ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ഇവിടെയും കുറെ ബാറ്ററിയുടെ തന്നെ ഇതൊക്കെ മറ്റേ ഗുളികയുടെ സെറ്റപ്പുകളാണ് കത്തണതാണ്. അതേപോലെ തന്നെ ഇത് ഏതാ സ്വിച്ച്? ഇത് വരുന്നത് ഫ്യൂൽ പമ്പ് ഓൺ ആവും, സൗണ്ട് കേൾക്കും. ഓ ബാക്കില് ഇത് ഓൺ ആക്കിയാലാണ് പെട്രോൾ പമ്പ് ചെയ്ത് കയറും. ഇപ്പൊ കേൾക്കാൻ തുടങ്ങിയില്ലേ ഒരു മൂളല്. അതെ. പിന്നെ ഇത് വരുന്ന ഫ്രണ്ടില് നമ്മള് ഹുഡിന്റെ അകത്ത് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് രാത്രിയിലൊക്കെ ആക്സസ് ചെയ്യാൻ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ AC ഫിറ്റ് ചെയ്യില്ലേ, അല്ല ഫിറ്റ് ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്, അന്ന് കൊടുക്കാൻ വേണ്ടി കണക്ഷൻ എടുത്തിട്ടേക്കുന്നതാണ്. വയറിംഗ് ഇനി സെറ്റ് ചെയ്താൽ മതി. അതിനുള്ള വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ പുള്ളി ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെയും സ്വിച്ച് ഉണ്ട്. ഇത് 4 ഇൻഡിക്കേറ്റർ, അസാഡ് വാണിംഗ് കാണിക്കുന്നുണ്ട്. ഇവിടെ കാണിക്കില്ലേ? അതിപ്പോ സിംഗിൾ ആയിട്ട് ഒറ്റ ഇൻഡിക്കേറ്റർ ആണെങ്കിലും വാണിംഗ് കാണിക്കും. അതെ, ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇവിടെയാണ് അതിന്റെ സെറ്റപ്പുകളൊക്കെ വന്നിട്ടുള്ളത്. ഇത് എന്തൊരു സംഭവം? ഇത് നമ്മുടെ മെയിൻ സർക്യൂട്ട് ബ്രേക്കർ കൊടുത്തേക്കുന്ന മെയിൻ എല്ലാ ബാറ്ററി എല്ലാ കണക്ഷനും വിട്ടു. ഇപ്പൊ എന്തെങ്കിലും വയറൊക്കെ ഹീറ്റിംഗ് ആയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നമുക്ക് ഓഫ് ആക്കിയാൽ മതി. ഓക്കെ. അതേപോലെ തന്നെ ഇതൊക്കെ എന്താ സ്വിച്ചുകള്? അടുത്തത് വരുന്നത് ഇവിടെ ഒരു 12 വോൾട്ട് ബാറ്ററി ചാർജർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കൊടുത്തേക്കുന്നതാണ് ചാർജറിന്റെ. അപ്പൊ അതേന്നാണ് നമ്മുടെ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഓൺ ആവുന്നത്. ആ സ്വിച്ച് ഇട്ടിട്ട് ഇതുകൂടെ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ മ്യൂസിക് സിസ്റ്റം ഓൺ ആവും. ഇത് ചെറിയൊരു സബ്ബാണ്, നമ്മുടെ ചെറിയൊരു സബ്ബും 2 സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഓക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത സ്വിച്ച് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആംബിയൻസ് ഒറ്റ സ്വിച്ചില് രണ്ട് അതെ 2 കളറിൽ കത്തണു. ആദ്യത്തെ വൈറ്റ് ആയിരുന്നു, ഇപ്പൊ മഞ്ഞ. പിന്നെ അടുത്തത് എന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞു ഇനി വരുന്ന ഹെഡ്ലൈറ്റിന്റെ പാസ് ഉണ്ടോ, പുറത്ത് വെട്ടം തുടങ്ങിയിട്ടുണ്ട്. നല്ല പവർഫുൾ ആയിട്ടുള്ള അതിനനുസരിച്ച് ഇവിടെ കത്തൂല. ബ്രൈറ്റ് ആഞ്ച ഇവിടെ നീല കത്തും, ഡിമ്മാഞ്ച കത്താണ്ടിരിക്കുക. പിന്നെ നമ്മള് DRL അവിടെ ഓൺ ആക്കി കഴിയുമ്പോ ഇവിടെ വാണിംഗ് പറ്റും. പിന്നെ ഇവിടെ അടിയിൽ ആംബിയൻസ് വെൽക്കം ലൈറ്റ് നിറച്ച് ഗുളികയുടെ സംഭവങ്ങളൊക്കെ ഫംഗ്ഷനിലാണ്. പിന്നെ അതേപോലെ തന്നെ ബ്ലൂ ആംബിയൻസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്രയാണ് അവിടെ വരുന്നത്. ഇന്റീരിയറിൽ വരെ ഒരു പച്ച കളർ ഫ്ലക്സിന്റെ അതേപോലെ തന്നെ ഈ ഒരു സംഭവം നോക്കി ഡോറ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കമ്പിയിലാണ്. അപ്പൊ നമുക്ക് ഇറങ്ങണ സമയത്ത് ഇതൊന്ന് ജസ്റ്റ് പിടിപ്പിച്ചിട്ട് അടച്ചതല്ല. കാണിച്ചു തരാം. ഇവിടുന്ന് ജസ്റ്റ് ലോക്ക് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഡോറ് വരും. ഓ അമ്മട്ടങ്ങനെ ടൈപ്പില്ലേ? സത്യത്തിൽ നിങ്ങൾ ആരാ? ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ ഈ ഒരു സംഭവം ഇവിടെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചപ്പോഴേ പറഞ്ഞപ്പോഴേ. പിന്നെ ഇത്ര ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. ഇത്രയും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. ഇത് ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക് വലിച്ചാൽ വണ്ടി നിൽക്കും ഒരു. അതേപോലെ തന്നെ നമ്മുടെ കാറുകൾക്കൊക്കെ വരണ പോലെ തന്നെ എക്സലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് ഇപ്പുറത്താണോ? ഇല്ലില്ല, സെയിം തന്നെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ഗിയർ എവിടെ വരുന്നത്? ഇതാണ് റിവേഴ്സ് ഗിയർ. ഈ ഒരു പെഡല് വലിച്ച് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ആയി. ഈ ഒരു ഗിയർ ബോക്സ് നിങ്ങൾ സെറ്റ് ചെയ്തത്? അതെ നമ്മൾ സെറ്റ് ചെയ്തതാണ്. നമ്മൾ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്ട്രോങ് ആവണമെന്ന് വിചാരിച്ച് നമ്മൾ ലേത്തിലെ ആ ചേട്ടനെ കൊണ്ട് തന്നെ വെൽഡ് ചെയ്ത് എടുപ്പിച്ചാണ്. ഐഡിയ അല്ല നമ്മുടെ രീതിയിൽ ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ ഇഗ്നിഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ 2 സ്വിച്ച് എന്നിട്ട് 2 സ്വിച്ച് മേളിലോട്ട് ഓൺ ആക്കി സൺറൂഫിലും ബോഡി ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചുകളാണ്. അതേപോലെ തന്നെ ഇത് എന്നിട്ട് സംഭവം മെലഡി ബോക്സ് ആണ്. അതായത് നമ്മുടെ ഈ ഫോണിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇത് ഹോണുണ്ട്. അയ്യോ ഇതിപ്പോ ചാർജ് കുറവാണെന്നുണ്ടല്ലേ? ഓക്കെ. ഈ ഒരു സംഭവം എവിടെ നിന്ന് ഒപ്പിച്ചു? ഇതൊരു പഴയ മോമോയുടെ സ്റ്റിയറിംഗ് ആണ്. ഞാനത് ഒരു ആക്രിക്കടയിൽ നിന്ന് എടുത്താണ്. എന്നിട്ട് അത് കട്ട് ചെയ്ത് ഫ്ലാറ്റ് ബോട്ടം ആക്കി സ്റ്റിയറിംഗ്. നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയാലോ? ബ്രോ ഓടിച്ചോ? കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഗിയറും കാര്യങ്ങളൊക്കെ പുള്ളി ഇതേ ആ ഒരു വണ്ടി പോലെ തന്നെ ഇത് ഇവിടെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഷിഫ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. കണ്ട, ഇതാണ് ഇതിന്റെ ഒരു ഗിയറിന്റെ ഒരു സെറ്റപ്പ്. അപ്പൊ പുള്ളി തന്നെ നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് സ്പീഡോമീറ്റർ ഒക്കെ വരുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവിടെ മെയിൻ ബാറ്ററി ഓൺ ആക്കുമ്പോൾ തന്നെ അവിടെ ഫോൺ ഓൺ ആവും. എന്നിട്ട് സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ സ്പീഡോമീറ്റർ. ഇതിൽ തന്നെ സ്പീഡ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കാണിക്കും. ഓ പുള്ളിയുടെ ചിന്ത പോയതൊന്നും നിങ്ങൾ ചിന്തിച്ചു. പിന്നെ ഓക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കാണാൻ എല്ലാ ഫോണിലുള്ള എല്ലാ സംഭവം ആക്സസ് ആവും. അപ്പോ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം അത് പുള്ളി മൊബൈൽ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ടാ. 2 സ്പീക്കർ ഉണ്ട്. അതെ ഇവിടുന്നൊക്കെ സൗണ്ട് വരുന്നുണ്ട്. ഡോർ അടച്ചു കഴിഞ്ഞാൽ വേറൊരു ഫീലാ. ഇത് സബ്ബാണ് ശരിക്കും. സബിന്റെ അതേ ഫംഗ്ഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ നമ്മൾ പവർ വിൻഡോ എങ്ങനെയാ പറഞ്ഞത്? പവർ വിൻഡോ ഈ സ്വിച്ച് ആണ്. ഡോർ താത്തണം. ഡോർ ഒന്ന് താത്തിട്ടൊന്ന് കാണിച്ചു തരൂ.
ഇത് ചിലപ്പോഴേ നമുക്ക് കോപ്പിറൈറ്റ് ഇല്ല, നോൺ കോപ്പിറൈറ്റഡ് സോങ് തിരുമാലി ആണോ വരുമോ? ചിലപ്പോ വന്നാലോ. ഇത് നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും മാറ്റിയാണ് കൊടുത്തേക്കുന്നത്. കാരണം കൈ ഇങ്ങനെ ഇരിക്കുന്നുണ്ടേ, ചെറിയ സ്ഥലമല്ലേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഇത് വരുന്ന അപ്പുറത്താണ്. ഇതൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസ് ചെയ്യുന്നതനുസരിച്ച് അവിടെ പൊന്തുന്നു, അവിടെ താഴുന്നു. ശരിക്കും പവർ വിൻഡോ ഒക്കെ കണക്ട് ചെയ്യണമെങ്കിൽ അതിന്റേതായ റിലേയും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ നമുക്ക് റിലേ ഒന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞ ഇത് എന്നാ അറിയത്തില്ലായിരുന്നു. പിന്നെ അതിനുള്ള സ്വിച്ച് ഒക്കെ ഞാൻ കുറെ കടയിലൊക്കെ അന്വേഷിച്ചപ്പോ നിങ്ങൾ ഏത് വണ്ടിയാന്ന് പറയാം, അതിനുള്ള സാധനം തരാം, അങ്ങനത്തെ ആൾക്കാർക്ക് ഏത് വണ്ടിയുടെ നമുക്ക് അറിയത്തില്ലല്ലോ. നമുക്കൊന്നും പറയാൻ അറിയത്തില്ല. എന്നിട്ട് ഞാൻ എന്നിട്ട് കുറെ ആലോചിച്ചു. എന്നിട്ട് ഓൺലൈനിൽ മറ്റേ യൂട്യൂബിലൊക്കെ കയറി നോക്കി. അപ്പൊ അവര് യൂട്യൂബിൽ കണ്ടാണ് DPDT സ്വിച്ച് എന്ന് പറഞ്ഞത്. ആ സ്വിച്ചിനെ പറ്റി പഠിച്ച് 2 ദിവസം എടുത്തു അതിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കാം. അതിന്റെ വയറിംഗ് ഒക്കെ സെപ്പറേറ്റ് നമ്മൾ തന്നെ ചെയ്യണേ. അതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയാണ് ഇത് ചെയ്തത്. അല്ല ബ്രോ, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഓട്ടോമൊബൈൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു ബന്ധവുമില്ല. നിങ്ങൾ MBBS അല്ലേ പഠിക്കുന്നത്? MBBS അല്ല, MBA. എന്നിട്ട് എങ്ങനെ ഈ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടു? അത് എങ്ങനെ പറ്റിയെന്ന് അറിയത്തില്ല, എന്റെ ബ്ലഡിലുണ്ടോന്ന് അറിയത്തില്ല. വെറും വണ്ടിപ്രാന്ത്. തീർച്ചയായും. അല്ല, പുള്ളി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുപ്പം മുതൽ റിമോട്ട് കാറ് അത്ര ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. റിമോട്ട് കാർ പോലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സിറ്റുവേഷനിലൊക്കെ. നമ്മൾ ചെറുതായിരുന്നല്ലോ, അപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കി. അമ്മ എപ്പോഴും പറഞ്ഞേക്കാം, തുടങ്ങിയ ആഗ്രഹം. ഞാൻ 2ാമത്തെ വയസ്സിൽ 4 ബാറ്ററിയിൽ തുടങ്ങിയ പണിയാണ്. ഇത് തന്നെ ഏകദേശം ഒരു 4-5 കൊല്ലം. നമ്മള് 10 കൊല്ലമായിട്ട് എന്റെ മനസ്സിൽ ഒരു വണ്ടി ഉണ്ടാക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പണ്ട് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടാക്കാം, അതിന് ഞാൻ പേര് വരെ കൊടുത്തു, ആറ്റം എന്ന് പറഞ്ഞ്. നാനോവിനേക്കാളും ചെറിയൊരു വണ്ടി ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനമായപ്പോ പിന്നെ അല്ലെങ്കിൽ വേണ്ട, റിപ്ലിക്ക ഉണ്ടാക്കാം. അത്യാവശ്യം നമ്മളൊരു പുതിയ വണ്ടിയും കൊണ്ട് വന്ന് ആരും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചുമ്മാ എന്റെ ഒരു മനസ്സില് ആദ്യം മിനി കൂപ്പർ, അതുപോലുള്ള ചലഞ്ചർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ആഗ്രഹം. പിന്നെ നമുക്ക് ശരിക്കും ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ ഉള്ള ഈ വണ്ടിക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് സുഖമുണ്ട് ഈ വണ്ടി. ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും ആ ലൈനും കാര്യങ്ങളും. അല്ല, ഇപ്പൊ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ വന്നില്ലേ, അപ്പൊ അതാണ് അതിന്റെ ഒരു ഇത് എന്ന് പറയണത്. ഇനിയിപ്പോ പുള്ളിക്ക് ഇനിയിപ്പോ മെറ്റലൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇനി നിസ്സാരം. കാരണം ഓൾറെഡി ഇതിന്റെ സെറ്റപ്പ് ഒക്കെ അറിയാം. ഇനി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് എനിക്ക് ഇത് പുള്ളിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ ആയിട്ട് ഒരു ലക്ഷ്യം ഉണ്ട്. അതായത് പുള്ളി ഉണ്ടാക്കണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാനൊന്ന് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്തിരിക്കാം. ഇത് എങ്ങനെ കയറാം ശരിക്കും ഇരിക്കണ ഒരു ഷേപ്പ് ഇതെന്ന് അറിയാൻ വേണ്ടിട്ടേ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെയാണല്ലേ? ശരി, കയറാം. ഞാൻ ഇതിൽ കയറാൻ എനിക്ക് ചെറിയൊരു ഡൗട്ട്. ഇങ്ങനെ ഇരിക്കുന്നു. അയ്യോ, ഇത്രേ ഉള്ളൂ അല്ലേ? നേരത്തെ ചെറുതായിട്ട്. ഓക്കെ, ഇതെങ്ങനെയാ ഇതിന്റെ ഡോർ അടക്കട്ടെ? ബ്രോ ഒന്ന് ഡോർ അടച്ചു തരുമോ? വെറുതെ പൊക്കിട്ട് പതുക്കെ ലോക്കാക്കി സെറ്റ്. ഡോറൊക്കെ ഞങ്ങൾ അടച്ചു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പുറത്തിറങ്ങിയിട്ട് നമുക്ക് 2 എക്സസ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാം. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എങ്ങനെ? അത് നമ്മുടെ എഞ്ചിൻ ഫാനാണ് കേട്ടോ. സീറ്റ് വലിച്ച് ഇതാക്കാൻ പറ്റും. ആക്കാൻ പറ്റും. അതിനുള്ള സെറ്റപ്പ് ഇത് പറ്റില്ല. ഡ്രൈവറിനനുസരിച്ച് ഇത് എത്ര ഹൈറ്റ് ഉള്ള ആൾക്കും സുഖമായിട്ട് വണ്ടി ഓടിക്കാം. ഞങ്ങളെ ഫ്രണ്ടിലോട്ട് കയറി ഇരിക്കുന്നതനുസരിച്ച് നമുക്ക് ഹൈറ്റ് കുറഞ്ഞു വരും. അങ്ങനെയൊക്കെ നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തത്. കാരണം എന്റെ കൂട്ടുകാരൻ അവന് നല്ല ഹൈറ്റ് ഉള്ളതാണ്. അപ്പൊ അവൻ എങ്ങനെ കയറും എന്നൊക്കെ എന്റെ അടുത്ത് ചോദിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് ഇഗ്നിഷൻ ഓൺ ആക്കുക, സ്റ്റാർട്ടാക്കി ന്യൂട്രൽ ആണോ ചെക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ പെഡൽ ഷിഫ്റ്റ് വരുന്നത്. അപ്പ് ഷിഫ്റ്റ് അല്ല, ഈ സൈഡിലാണ് വരുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് 4 ഗിയർ വരും. ഡൗൺ ചെയ്യാൻ ഇപ്പൊ 4th കിടക്കുന്നത്, തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ്, ന്യൂട്രൽ ഗിയർ സിസ്റ്റം. ശരിക്കും പെഡൽ ഷിഫ്റ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണു. അവിടെ ഒരു സാധനം ഉണ്ടായി, അത് കുഴപ്പമില്ല. പിന്നെ ബാറ്ററി ഓൺ ആണോ ചെക്ക് ചെയ്തു. എന്നിട്ട് ഇതാണ് നമ്മുടെ ജെറ്റ് ഇൻസ്പയർഡ് സംഭവമാണ് ശരിക്കും ലംബോർഗിനിക്ക് വരുന്നത്. ഇവിടെ ഒരു സാധനം തുറക്കണം, അതാണ് പോയത്. അത് കുഴപ്പമില്ല. ശരിക്കും വണ്ടിക്ക് അത് കയറിയാൽ അതിന്റെ ഒരു ഫീല് മനസ്സിലാവും. സൗണ്ടൊക്കെ കേൾപ്പിക്കാട്ടാ. നൈസായിട്ട് നമ്മള് നേരെ ഫസ്റ്റ് ഇട്ട് റിവേഴ്സാണ് കിടക്കണേ കേട്ടോ. ചില ബാക്കിൽ പോയാലാണ് ഫ്രണ്ട് ഓടിക്കുന്നത്.
ഇനി റിവേഴ്സിൽ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് പോകും. അഖിലേ പുറത്തേക്ക് കാണിച്ചു തരാട്ടോ, ഇങ്ങനെയാണ് ഈ സംഭവത്തിന്റെ സെറ്റപ്പ് എന്നുള്ളത്. പിടിച്ചടാ. സെറ്റപ്പ് എന്നിട്ട് അടക്കല്ലേ. നമുക്ക് അടുത്തായിട്ട് എക്സസ് നോട്ട് കൂടെ ഞങ്ങൾക്ക് ജസ്റ്റ് കേൾപ്പിച്ചു തരാം. ഇത് നമ്മുടെ ഡ്യൂക്കിന്റെ എക്സസ്റ്റ് വെച്ചിട്ടുള്ള ഹോണ്ടയുടെ എഞ്ചിന്റെ സൗണ്ട് അല്ലേ. എഞ്ചിനൊക്കെ ഹീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാൻ കറങ്ങും, എഞ്ചിൻ കൂളാവും. അതേപോലെ തന്നെ ഈ എയർ വെന്റ്സും കാര്യങ്ങളൊക്കെ ഫംഗ്ഷനിലാണല്ലേ. അതെ, ഇതിലെ എയർ ഉള്ളിലേക്ക് പോകും. എന്നിട്ട് ഇതിലെ ഔട്ട് വരും. ഓ, ഇവിടെ പിടിച്ചറിയാം, നല്ല കാറ്റ് വരും. അയ്യോ, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോഡി വർക്കൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു മോഡലും കൂടെ പ്രതീക്ഷിക്കാം. ഇതല്ല, ഇതിലും വേറെ പ്ലാൻ ഉണ്ട്, പക്ഷേ ഉടനെയില്ല. 2 വർഷം. പിന്നെ സത്യത്തിൽ എത്ര ചെലവൊന്നുണ്ട്? സത്യത്തിൽ എനിക്ക് തോന്നുന്നത് അറൗണ്ട് ഒരു 2 ലക്ഷം രൂപ അടുത്ത് അത്രയും ചെലവാക്കി. നമ്മൾ ചേസ് കളിക്കാനൊക്കെ ഒരു 70,000 രൂപ റേഞ്ചായി. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ അനസ് ബ്രോന്റെ കാറിന്റെ അതേപോലെ തന്നെ പുള്ളിയുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഒരുപാട് വണ്ടികളൊക്കെ ഭാവിയിൽ പ്ലാനൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും അതെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇനി ഈ വണ്ടീനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പുള്ളിക്കാരന്റെ നമ്പർ വീഡിയോന്റെ താഴെ ഇടാം. ആരെങ്കിലൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിലവിൽ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ പുള്ളിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ്. ബൈ. ഒരു ബൈ പറഞ്ഞു. ബൈ.